നമസ്കാരം. അറ്റൻഷൻ പ്ലീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു പ്രധാന വിപത്താണ് പുകവലി. പുകവലി മൂലം നിരവധി അസുഖങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. പുകവലി മൂലം ഉണ്ടാകുന്ന പ്രധാന അസുഖങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ചികിത്സാ രീതികൾ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് പത്തനാപുരം സെൻറ് ജോസഫ് ഹോസ്പിറ്റലിലെ പ്രമുഖ പൾമനോളജിസ്റ്റ് ഡോക്ടർ തൃതീയാണ്. മാഡത്തെ സ്വാഗതം ചെയ്യാം. ഡോക്ടറെ, പ്രായഭേദമന്യേ ഒരുവിധപ്പെട്ട ഇപ്പം നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്തുകളിലൊന്നാണ് പുകവലി. ഇപ്പം ചെറു കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർ വരെ വലിക്കുന്നു. ഇത് അവരുടെ ശ്വാസകോശത്തിനെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത്? കാരണം പുകവലി നല്ലതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും അതൊരു ചെയിനായിട്ട് നടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് അവരുടെ ശ്വാസകോശത്തിനെ ഏത് തരത്തിലാണ് ബാധിക്കുക? ഓക്കെ, അതായത് പുകവലി എന്ന് പറയുമ്പം ബീഡി സ്മോക്കിംഗ് ഉണ്ട്, അല്ലെങ്കിൽ സിഗരറ്റ് സ്മോക്കിംഗ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ ഹുക്ക സ്മോക്കിംഗ് ഉണ്ട്, അതുപോലത്തെ പല രീതിയിലുള്ള സ്മോക്കിംഗ് ഉണ്ട്. അപ്പം ഏത് സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള സ്മോക്കിംഗ് ആയാലും അതിനകത്ത് ഫുൾ ടോക്സിക് സാധനങ്ങളാണ് നമ്മൾ ഈ പുകവലിച്ച് ചെയ്യുന്നത്. നിക്കോട്ടിൻ പോലുള്ള. ഇപ്പോൾ സിഗരറ്റ് സ്മോക്കിനകത്താണെങ്കിൽ ഈ നിക്കോട്ടിൻ അല്ലാതെ 64 കാർസിനോജൻസ് ഉണ്ട്. അതായത് 64 തരത്തിലുള്ള കെമിക്കൽസ് ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ള രീതിയിലുള്ള കെമിക്കൽസ് സിഗരറ്റ് സ്മോക്കിനകത്ത് 64 കാർസിനോജൻസ് ഉണ്ട്. അപ്പോൾ ഈ 64 കാർസിനോജൻസുമാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ബോഡിയിലോട്ട് ഇൻഡ്യൂസ് ചെയ്യുവാണ് ഈ സിഗരറ്റ് സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകൾ. കാരണം ഈ സ്മോക്കിംഗ് ചെയ്യുമ്പോൾ ഇപ്പം എല്ലാവർക്കും ക്യാൻസർ വരണമെന്നില്ല. പക്ഷെ ക്യാൻസർ ആർക്ക് വരും ആർക്ക് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണമാവുന്നുണ്ട്. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇപ്പൊ പ്ലാസ്റ്റിക് കത്തിക്കരുതെന്ന് പറയുമ്പോൾ ആളുകൾ അത് പ്ലാസ്റ്റിക് ഇപ്പൊ കത്തിക്കുന്നില്ല, അവർ നമ്മളത് ഈ ഹരിത സേനയ്ക്ക് കൊടുക്കുന്നു. പക്ഷെ ഇപ്പോഴും ഈ സ്മോക്കിങ്ങിന്റെ കാര്യത്തിൽ ഈ പ്ലാസ്റ്റിക്കിനെക്കാട്ടി വലിയ പ്രശ്നമാണ് ഈ സ്മോക്ക് ചെയ്യുന്നത്. അവർ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് ചുറ്റുമുള്ളവരും ചിലപ്പം അത് ഇൻഹേൽ ചെയ്യും. അപ്പൊ അവരുടെ ലങ്സിനും അത് പ്രശ്നമാവും. കാരണം എപ്പോഴും ഈ സ്മോക്കിംഗ് ലങ് ക്യാൻസർ തന്നെ വരുത്തണമെന്നില്ല. യൂറിനറി ബ്ലാഡർ ക്യാൻസർ വളരെ വലിയ ചാൻസ് ഉള്ള ഒരു ഇതാണ്. യൂറിനറി ബ്ലാഡറിന് ക്യാൻസർ വരിക എന്നുള്ളത്. ചിലപ്പോൾ വായിലായിരിക്കും ക്യാൻസർ വരുന്നത്, ചിലപ്പോൾ നമ്മുടെ ലാരിങ്സ്, അതായത് നമ്മുടെ സൗണ്ട് ബോക്സിലായിരിക്കും ക്യാൻസർ വരുന്നത്, ചിലപ്പോൾ നമ്മുടെ ബോണിലായിരിക്കും ക്യാൻസർ വരുന്നത്. അപ്പൊ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എവിടെ ക്യാൻസർ വരുന്നത്. ഇപ്പം ക്യാൻസർ ഇൻ കേസ് വന്നില്ല എങ്കിലും പുക വലിക്കുന്നത് കൊണ്ട് നമുക്കിപ്പം നോർമലി നമ്മുടെ ലങ്സ് ഭയങ്കര ഹെൽത്തി ആയിട്ടായിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ അഡ്വർടൈസ്മെന്റിലൊക്കെ കാണുന്ന പോലെ ഒരു പിങ്കിഷ് കളറാണ് ലങ്സ് ഇരിക്കുന്നത്. കാരണം അതിന്റെ ഓക്സിജൻ സപ്ലൈ, ബ്ലഡ് സപ്ലൈ ഒക്കെ കൂടുതലായതുകൊണ്ട് ലങ്സിന്റെ അപ്പിയറൻസ് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഈ പുക വലിക്കുന്ന സമയത്ത് ഈ നിക്കോട്ടിനും കോട്ടാറും ഇതെല്ലാം ഈ കാർബൺ പാർട്ടിക്കിൾസും ഇതെല്ലാം ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് ഈ ലങ്സിന്റെ അപ്പിയറൻസ് തന്നെ മാറും. അങ്ങനെ കുറെ കാലം പുക വലിക്കുന്ന സമയത്ത് COPD എന്ന് പറഞ്ഞിട്ട്, അതായത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറഞ്ഞിട്ട് COPD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു അസുഖത്തിലേക്ക് അത് ചെന്നെത്തും. അപ്പോൾ ക്യാൻസർ ആവണം എന്നില്ല, അവർക്ക് ഇതുപോലെ ശ്വാസമുട്ടലായിരിക്കും. കാരണം അവർക്ക് നടക്കുമ്പോൾ ശ്വാസമുട്ടൽ, ഇരിക്കുമ്പോൾ ഡ്രസ്സ് മാറുമ്പോൾ ശ്വാസമുട്ടൽ, അല്ലെങ്കിൽ അവർക്കൊന്ന് ബാത്റൂമിൽ പോകാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് ശ്വാസമുട്ടൽ. ഒരു 2 അടി നടക്കുമ്പോൾ തന്നെ ശ്വാസമുട്ടൽ ഉള്ള പേഷ്യൻസ് ഉണ്ട് ഈ സിഗരറ്റ് സ്മോക്കിംഗ് കാരണം. അത് നമ്മളിപ്പം എത്ര നാൾ സ്മോക്ക് ചെയ്തു എന്നല്ല, നമ്മൾ എത്ര എമൗണ്ട് സ്മോക്ക് ചെയ്തു എന്നുള്ളതും അതൊരു ഫാക്ടറാണ്. ചിലർക്ക് ഇപ്പൊ ഇത്രയും നാളും കൊണ്ടായിരിക്കും അസുഖം വരുന്നത്. പക്ഷെ നമ്മൾ വയസ്സ് കൂടുന്തോറും നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയുമ്പോൾ, അതുപോലെ ഈ ഷുഗർ, പ്രഷർ അങ്ങനത്തെ അസുഖങ്ങളും കൂടെ വരുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് വരും. ശ്വാസമുട്ടൽ, ചുമ, ഭയങ്കരമായിട്ടുള്ള കഫം. അപ്പൊ ഈ അസുഖം വരുന്നത് കാരണം ഈ ഹാർട്ടിന് കോമ്പൻസേഷൻ വന്നിട്ട് അത് കാർഡിയാക് ഫെയിലിയറിലോട്ട് പോകും. അപ്പൊ മിക്ക പേഷ്യൻസിനും ഈ സ്മോക്കിംഗ് കാരണം ലങ്സിന് മാത്രമല്ല, അത് ഈ നമ്മളുടെ കാലിലോട്ടുള്ള ബ്ലഡ് സപ്ലൈയിൽ ക്ലോട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ക്ലോട്ട് ഉണ്ടാവുന്ന സമയത്ത് കാലിലോട്ടുള്ള രക്തയോട്ടം കുറയും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആംബ്യൂട്ടേഷൻ. അത് നമുക്ക് മുറിച്ച് കളയാനേ പിന്നെ പറ്റത്തുള്ളൂ. ചിലർക്ക് ഹാർട്ട് അറ്റാക്ക്, ഇപ്പം ഹാർട്ട് അറ്റാക്ക് സ്മോക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒരു 80 വയസ്സിലാണ് വരുന്നതെങ്കിൽ, പക്ഷെ സ്മോക്ക് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി നേരത്തെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് ചിലപ്പോൾ ഒരു ബ്ലോക്കാണ് വരുന്നതെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടി ബ്ലോക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ സ്ട്രോക്ക്, അപ്പം സ്മോക്ക് ചെയ്യുന്ന ഒരു പേഷ്യന്റിന് സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നോർമലി BP മാത്രമുള്ള പേഷ്യന്റിനെ കാട്ടിലും സ്മോക്ക് ചെയ്യുമ്പോൾ സ്ട്രോക്ക് വരാനുള്ള, അവിടെയും ക്ലോട്ട് ഫോം ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ ബ്ലീഡിങ്. ഈ സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ലങ്സിനെ മാത്രം വെച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ ഡിപ്രഷൻ വരാം, ആൻസൈറ്റി വരാം. ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഡിപ്രഷന്റെ റീസൺ അറിയത്തില്ലായിരിക്കും. ഈ സ്മോക്ക് ചെയ്യുന്നതായിരിക്കും അവരുടെ ഡിപ്രഷന്റെ റീസൺ. ഡിപ്രഷൻ, ആൻസൈറ്റി, അതുപോലെ നമ്മളുടെ മെമ്മറി പവർ കുറയും. ഇപ്പൊ നമുക്ക് നോർമലി വയസ്സാവുമ്പോൾ ഡിമെൻഷ്യ വരും, ഓർമ്മക്കുറവ് വരും. പക്ഷെ സ്മോക്ക് ചെയ്യുന്ന പേഷ്യൻസിന് കുറച്ചും കൂടി സിവിയർ ആയിരിക്കും, കുറച്ചും കൂടെ നേരത്തെ ആയിരിക്കും ഈ മെമ്മറി ലോസ് വരുന്നത്. അപ്പം അതുപോലെ നമ്മുടെ കണ്ണിലോട്ടുള്ള ബ്ലഡ് സപ്ലൈയിലും എന്തെങ്കിലും കാഴ്ചയിൽ തകരാറ് വരും. അതുപോലെ അത് സ്കിന്നിനെ എഫക്ട് ചെയ്യും. കാരണം നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു നോർമൽ ടെക്സ്ചർ അല്ലെങ്കിൽ ഗ്ലോ അതെല്ലാം ഈ സ്മോക്കിംഗ്, ഈ നിക്കോട്ടിൻ, ഇത്രയും കെമിക്കൽസ് ഇത് ചെയ്യുമ്പോൾ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് ഇതാർക്കും മനസ്സിലാവത്തില്ല. അവർ ആ ഒരു ജസ്റ്റ് ഒരു ബ്രെയിനിൽ ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു യൂഫോറിയ കാരണം അവർ വീണ്ടും സ്മോക്ക് ചെയ്യുന്നതാണ്.
അപ്പോൾ ഈ COPD എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു അസുഖമാണ്. അതെ. അത് ഈ സ്മോക്കിംഗ് കൊണ്ട് മാത്രമാണോ അതുണ്ടാകുന്നത്? COPD എന്ന് പറയുന്ന അസുഖം മെയിൻ ആയിട്ട് അതിന്റെ നമ്പർ 1 കോസ് എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. ഏത് തരത്തിലുള്ള സ്മോക്കിങ്ങും അതിന്റെ ആദ്യത്തെ കോസ് ആണ്. പിന്നെ അതായത് ഒക്കുപേഷണൽ എക്സ്പോഷർ എന്ന് പറയും, ഫാക്ടറി പോലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന പേഷ്യൻസ് മാസ്ക് ഒന്നും ഇല്ലാതെ കുറേ നാള് പുകയൊക്കെ വന്ന് ഫാക്ടറി പോലത്തെ സ്ഥലങ്ങളിൽ കാഷ്യൂ ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ സ്മോക്കിംഗ് വരും. അതുപോലെ ഏതെങ്കിലും ഒരു കെമിക്കൽ ഇൻഡസ്ട്രി, അതായത് ഈ പെയിന്റ്, ടെക്സ്റ്റൈൽസ്, ഡൈയിങ് ഒക്കെ ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ കെമിക്കൽസ് ഉണ്ടാക്കുന്ന എവിടെയാണെങ്കിലും അവർക്ക് COPD വരാനുള്ള ചാൻസ് ഉണ്ട്. അത് പൂർണ്ണമായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമോ? COPD ഒരിക്കലും പൂർണ്ണമായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല. കാരണം അത് ഓൾറെഡി പേഷ്യൻസിന് ഇത് എന്തെങ്കിലും ഒരു കെമിക്കൽ എക്സ്പോഷർ കാരണം, സ്മോക്കിങ്ങോ അല്ലെങ്കിൽ ഒക്കുപേഷണൽ എക്സ്പോഷർ അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ നിന്നുള്ള പൊല്യൂഷൻ കാരണം അവർക്ക് ഓൾറെഡി ലങ്സിൽ അതിന്റെ ചേഞ്ചസ് വന്നതാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും അത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി ആ ലങ്ങിന്റെ ടെക്സ്ചർ അനാട്ടമിക്കലി തന്നെ ലങ്സ് മാറിക്കാണും. അപ്പൊ പിന്നെ നമുക്കത് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമേ COPDക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സ്മോക്കിംഗ് കൊണ്ട് ഉണ്ടാവുന്ന COPD പോലുള്ള ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല. ഈ സ്മോക്കിംഗ് കൊണ്ട് മറ്റ് അസുഖങ്ങളിലേക്ക് മാറുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ ബ്രെയിൻ തൊട്ട് എല്ലാ ഭാഗങ്ങളെയും സ്മോക്കിംഗ് എഫക്ട് ചെയ്യുന്നത്. അത്തരം അസുഖങ്ങൾ പൂർണ്ണമായിട്ടും ഈ സ്മോക്കിംഗ് നിർത്തി കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. പറ്റും. കാരണം സ്മോക്കിംഗ് ഒരുവിധം നമ്മൾ സ്മോക്കിംഗ് നിർത്തുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലഡിലെ നിക്കോട്ടിൻ കണ്ടന്റ് കുറഞ്ഞു വരും. അപ്പൊ അതോടുകൂടി നമ്മൾ പതുക്കെ ഈ ഡിപ്രഷൻ, ആൻസൈറ്റി അല്ലെങ്കിൽ മൂഡ് വേരിയേഷൻ ഇതൊക്കെ പതുക്കെ മാറി വരും. അതുപോലെ ഇപ്പം ക്ലോട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ സ്മോക്കിംഗ് നിർത്തുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും പഴയതുപോലെ ആവാനായിട്ടുള്ള ഇതുണ്ട്. പക്ഷെ ഒരിക്കൽ ക്ലോട്ട് വന്നാൽ തിരിച്ചു വരത്തില്ല. പക്ഷെ വീണ്ടും നമ്മൾ സ്മോക്ക് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കിന് പതുക്കെ നമ്മളുടെ നിക്കോട്ടിൻ പോയി അത് അതായത് പഴയ നിലയിലേക്ക് വരത്തില്ലെങ്കിലും ഒരു പരിധി വരെ നമുക്കതിനെ റിവേഴ്സിബിൾ ആണ്, റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം പലപ്പോഴും പറഞ്ഞത് കേട്ടിട്ടുണ്ട്, പുക വലിക്കുന്നതിനെക്കാട്ടിൽ അപകടകരമാണ് വലിക്കുന്നവരുടെ അടുത്ത് നിന്ന് ആ പുക ശ്വസിക്കുന്നത്. അവർ പുറത്തേക്ക് വിടുന്ന പുക ശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്? അതിന് സെക്കൻഡറി സ്മോക്കിംഗ് എന്ന് പറയും. അതായത് ഒരു പുക വലിക്കുന്ന ആളുകളുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സോ, അപ്പോൾ അത് നമ്മൾ ശ്വസിക്കുവാണ്. കാരണം അതിൽ കൂടുതൽ കണ്ടന്റ് നമ്മൾ ഡയറക്റ്റ് സ്മോക്ക് ചെയ്യുമായതുകൊണ്ട് നമുക്കത് കൂടുതൽ എക്സ്പോഷർ ആണ് സ്മോക്കിംഗ്. അവർക്കും ഈ പുക വലിക്കുന്ന, അതായത് എന്നും അവർക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടുവാണെങ്കിൽ പുക വലിക്കുന്നവരെ പോലെ തന്നെ ഡേഞ്ചറസ് ആണ് ഈ പുകവലി കൊള്ളുന്ന ആളുകൾ. അതുപോലെ ടെറിഷറി സ്മോക്ക് ഉണ്ട്. അതായത് ഇപ്പം ചിലർ പറയും ഞാൻ റൂമിൽ മാത്രമേ സ്മോക്ക് ചെയ്യത്തുള്ളൂ, വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കും വേറെ ആർക്കും അതിന്റെ സ്മോക്ക് ചെല്ലുന്നില്ല. പക്ഷെ നമ്മുടെ റൂമിലുള്ള കർട്ടൻസ്, നമ്മുടെ ഈ സോഫയിലുള്ള അതിന്റെ മെറ്റീരിയൽസ്, നമ്മുടെ ബെഡ്ഷീറ്റ്, ഇതിലൊക്കെ ഇതിന്റെ കെമിക്കൽ കണ്ടന്റ് അവിടെ തന്നെ കാണും. അതിന്റെ ഡെപ്പോസിഷൻ ഉണ്ടാവും. ആ ഡെപ്പോസിഷൻ ഉണ്ടായിട്ട് പിന്നീട് ഒരാൾ ആ റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് എക്സ്പോഷർ വരും. അപ്പോൾ ചിലവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ, അവർക്കൊരു ക്യാൻസർ ടെൻഡൻസി ബോഡിയിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ചാൻസ് ആയിരിക്കും ക്യാൻസർ വരാൻ. പുക വലിച്ചും കാണത്തില്ല, പക്ഷെ എന്നാൽ അവർക്ക് ക്യാൻസർ വരികയും ചെയ്യും. ഇപ്പൊ പലപ്പോഴും കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ കൂട്ടുകൂടി അല്ലെങ്കിൽ രണ്ട് കൂട്ടുകാരുടെ കൂടെ കൂടി, യങ്സ്റ്റേഴ്സ് ആണ് കൂടുതലും വലിയിലേക്ക് തുടക്കകാലത്ത് വരുന്നത്. അങ്ങനെ വലിച്ചു തുടങ്ങുന്നവരാണ്. അവർ പിന്നീട് ഒരു ചെയിൻ സ്മോക്കർ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇത് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. എന്താണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിനെ പിടിച്ചു നിർത്തുന്നത്? എന്താണ് ഈ നിക്കോട്ടിനകത്തുള്ളത്? നമ്മൾ പുക വലിക്കുന്ന ആളുകൾക്ക് ഈ നിക്കോട്ടിൻ കണ്ടന്റ് ചെല്ലുമ്പോൾ ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹാപ്പി ഹോർമോൺ എന്ന് പറയും. നമ്മൾ ആ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും നോർമലി. നമ്മൾ ഒരു ചോക്ലേറ്റ് കഴിക്കുമ്പോഴും അതിന്റെ ഒരു കണ്ടന്റ് ചെല്ലുന്ന സമയത്തും നമുക്ക് ഡോപ്പമിൻ തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് കഴിക്കണം, നമുക്കൊരു സന്തോഷം തോന്നും ഈ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോൾ. അപ്പൊ ഈ സ്റ്റുഡൻസ് ആദ്യം അവരൊരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഫ്രണ്ട്സ് നിർബന്ധിക്കുമ്പോൾ അവരോട് നോ പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് അത് സ്റ്റാർട്ട് ചെയ്ത് അവർക്കൊരു സന്തോഷം കിട്ടുന്ന സമയത്ത്, ഒരു എക്സൈറ്റ്മെന്റ് കിട്ടുമ്പോൾ അവരത് വീണ്ടും ടെൻഷൻ മാറാനോ സ്ട്രെസ് റിലീഫ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് കാണും. അങ്ങനെ പതുക്കെ സ്ട്രെസ് റിലീഫ് ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് പിന്നീട് അവർക്കൊരു ഹാബിറ്റ് ആയിട്ട്, അതൊരു ഹാബിറ്റ് ആയിട്ട്, അതൊരു 21 days നമ്മൾ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ സൈക്കോളജിക്കലി അത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും. പതുക്കെ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുകയും ഇവർ ചെയിൻ സ്മോക്കിങ്ങിലോട്ട് പോവുകയും പിന്നീട് അവർക്ക് തന്നെ നിർത്താൻ ബുദ്ധിമുട്ടായിട്ട് വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സ്റ്റുഡൻസ് പോകും. അത് ശരിക്കും തമാശയ്ക്ക് അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ക്യൂരിയോസിറ്റിയിലായിരിക്കും ടീനേജേഴ്സ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ വലിയ ആളുകളെ കണ്ടിട്ട് ആയിരിക്കും. അപ്പൊ പ്രത്യേകിച്ചും അതായത് ഒരു വലിയൊരു എയിം ഒന്നും ഇല്ലാത്ത ഒരാളുകളാണ് ചെറുപ്പകാലത്ത്. കാരണം അവർ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഇതിലേക്ക്, അതേസമയം സ്പോർട്സിൽ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പാട്ട്, ഡാൻസ് അങ്ങനെയൊക്കെ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന കുട്ടികളിൽ ഈ ഒരു ടെൻഡൻസി കുറവാണ്. ഈ സിഗരറ്റ് വലിക്കുമ്പം ലങ്സ് ക്യാൻസറിന് കാരണമാകുന്നു എന്ന് പറയുന്ന ഒരു
പരസ്യങ്ങൾ തന്നെ എല്ലായിടത്തും എത്തുന്നത്. അപ്പം ലങ്സിൽ ഇത് നിക്കോട്ടിൻ അടിഞ്ഞിട്ടാണോ ലങ്സ് ക്യാൻസർ ഉണ്ടാകേണ്ടത്? ഈ ലങ്സിനകത്ത് ഈ നിക്കോട്ടിന്റെ കൂടെ തന്നെ ഈ 64 കെമിക്കൽസ് പോകുന്നുണ്ട് ഈ പുകയിൽ. അപ്പൊ അതിലേത് കെമിക്കലിന് വേണമെങ്കിലും ലങ്സിലെ ക്യാൻസർ ഉണ്ടാക്കാനായിട്ട് പറ്റും. കാരണം ലങ്സ് എന്ന് പറയുമ്പോൾ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. നമ്മുടെ ബോഡിയിലെ എല്ലാ ഓർഗനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും ഏറ്റവും ഈ ഓക്സിജൻ എമൗണ്ട് ചെല്ലുന്നതുകൊണ്ടും ഓക്സിജന്റെ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് നടക്കേണ്ടതുകൊണ്ടും ഒരുപാട് ബ്ലഡ് സപ്ലൈ ഉള്ളതുകൊണ്ടും വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ടിഷ്യൂ ആണ്. വളരെ അഡ്വർടൈസ്മെന്റിൽ പറയുന്ന പോലെ സ്പോഞ്ച് പോലെ അത്രയ്ക്ക് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ലങ്സ്. അപ്പൊ അങ്ങനത്തെ ഒരു ഓർഗനിലോട്ട് ഇത്രയും കെമിക്കൽസ് നമ്മളായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏത് കാർസിനോജനും ക്യാൻസർ ഏത് വേണമെങ്കിലും അത് 64 കാർസിനോജൻസ് ആണ് ക്യാൻസർ ഉണ്ടാക്കുന്നതാണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏത് കണ്ടന്റിനും ക്യാൻസർ ഉണ്ടാക്കാം. ഇല്ലേ ഈ പുകവലി മൂലം ഉണ്ടാകുന്ന ലങ് ക്യാൻസർ അത് പൂർണ്ണമായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞോളൂ? ഇല്ല, അത് നമ്മൾ ലങ്സിന്റെ ക്യാൻസറിന്റെ സ്റ്റേജ് പോലെ ഇരിക്കും. ചില സമയത്ത് ചിലർക്ക് ഹാർട്ടിനോട് ചേർന്നൊക്കെ ആയിരിക്കും ലീഷൻ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഹാർട്ടിന്റെ അത് സർജറി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. പ്രത്യേകിച്ചും ലങ്സിനകത്ത് ക്യാൻസർ വരുമ്പോൾ ബ്ലഡ് സപ്ലൈ കൂടുതലായതുകൊണ്ട് ഈ ട്യൂമറിനും ബ്ലഡ് സപ്ലൈ കൂടുതലായിരിക്കും. അപ്പൊ ചില സാഹചര്യത്തിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതും വളരെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അത്രയ്ക്ക് ബ്ലീഡിങ് വരും. ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ പേഷ്യന്റിനെ വെന്റിലേറ്ററിലൊക്കെ ആക്കിയാലും തിരിച്ചു വരണമെന്ന് ഇല്ല. ചിലപ്പോൾ ക്യാൻസറിന്റെ സ്റ്റേജ് അനുസരിച്ച് കീമോയോ റേഡിയേഷനോ ഒക്കെ കൊടുത്തിട്ടും അത് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ലങ് ക്യാൻസറിന്റെ ഒരു പ്രത്യേകത അത് പെട്ടെന്നാണ് സ്പ്രെഡ് ആവുന്നത്. കാരണം നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും എവിടെയെങ്കിലും സ്പ്രെഡ് ആയി കാണും. ലിവറിലോട്ട് സ്പ്രെഡ് ആവും. ഇപ്പം ഫീമെയിൽസിനാണെങ്കിൽ ബ്രസ്റ്റിലോട്ട് സ്പ്രെഡ് ആവും, അല്ലെങ്കിൽ ബോൺസിലോട്ട് സ്പ്രെഡ് ആവും, വെർട്ടിബ്രയിലോട്ട് സ്പ്രെഡ് ആവും, ബ്രെയിനിലോട്ട് സ്പ്രെഡ് ആവും. അപ്പം ലങ് ക്യാൻസറിന്റെ ഒരു പ്രത്യേകത അത് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഒരു ക്യാൻസറാണ്. ഈ ലങ് ക്യാൻസറിന് ഈ പുകവലി മാത്രമാണോ കാരണമായിട്ടുണ്ടാവുക? ഇല്ല, ജനറ്റിക് ആയിട്ട് ചിലർക്ക് ക്യാൻസർ എന്തെങ്കിലും ഒരു മ്യൂട്ടേഷൻ, അതായത് നമ്മുടെ DNA എന്തെങ്കിലും ഒരു വേരിയേഷൻ വരുവാണെങ്കിൽ അവർക്കും ലങ് ക്യാൻസർ ഉണ്ടാവും. ചിലർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന ഫീമെയിൽസിന് ബ്രസ്റ്റിൽ നിന്ന് വന്ന ഡെപ്പോസിഷൻ ലങ്സിൽ പോയിട്ടും ക്യാൻസർ ഉണ്ടാവും. മുറുക്കുന്ന പേഷ്യൻസിന് ഈ മുറുക്കാനോ അല്ലെങ്കിൽ ഈ പുകയില യൂസ് ചെയ്യുന്ന പേഷ്യൻസ് നാക്കിൽ ക്യാൻസർ വന്നാലും ലങ്സിലോട്ട് പോവാം. അതല്ല നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ക്യാൻസർ വന്നാലും ലങ്സിലോട്ട് സ്പ്രെഡ് ചെയ്യാം. പക്ഷേ ഇതിന്റെയൊക്കെ ഏറ്റവും പ്രധാന കാരണം പുകവലി വെച്ചിട്ടുള്ള ക്യാൻസർ ആണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. പുകവലിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിലേക്ക് വരുന്നത്. ഇപ്പൊ ഈ പുകവലിക്കുന്ന ഒരാൾക്ക് ഇപ്പൊ ക്യാൻസർ അല്ലാതെ മറ്റു പല അസുഖങ്ങളും ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ണിന് അടക്കമുള്ള പല അസുഖങ്ങളും ഉണ്ടാവാറുണ്ട്. പുകവലി നിർത്തി കഴിയുമ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ട് മാറും? പൂർണ്ണമായിട്ട് മാറത്തില്ല. നമുക്കൊരു പരിധി വരെ അതിന്റെ പ്രോഗ്രഷൻ, അതായത് മുന്നോട്ട് അത് കൂടി പോകുന്നത് അവിടെ വെച്ച് എത്ര മാത്രം രോഗം ഉണ്ടായോ അവിടെ വെച്ച് നമുക്കത് നിർത്താനായിട്ട് സാധിക്കും. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്ത് കൊണ്ടുപോകാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നീട് അയാൾ ആ സമയത്ത് ഇപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് പുകവലി പൂർണ്ണമായിട്ട് നിർത്തുകയും പിന്നെ അസുഖമൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് വീണ്ടും പുകവലിയിലേക്ക് മാറുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വീണ്ടും വലിയൊരു സിവിയർ ആവാനുള്ള ചാൻസ് ഉണ്ടോ? ഉറപ്പായിട്ടും. കാരണം ഓൾറെഡി ബോഡി ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് വീണ്ടും പുകവലി സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഡബിൾ എഫക്റ്റ് ആയിരിക്കും. വീണ്ടും പേഷ്യന്റ് പഴയ പോലത്തെ അവസ്ഥയിൽ തന്നെ എത്തും. ഇപ്പൊ ഈ പുകവലി നിർത്താനായിട്ട് തന്നെ ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് നിക്കോട്ടിൻ പാച്ചസ് ഉണ്ട്, അതായത് സ്റ്റിക്കർ പോലെ ഇരിക്കുന്ന നിക്കോട്ടിൻ പാച്ച്. അപ്പൊ അതിന്റെ ഇത്ര മില്ലിഗ്രാമിലായിരിക്കും, അതിന്റെ എമൗണ്ടിലായിരിക്കും അത് വരുന്നത്. അപ്പൊ ആ ഒരു പാച്ച് ഒട്ടിച്ചിട്ട് ഇപ്പൊ പേഷ്യന്റ് പുകവലിക്കാൻ തോന്നുവാണെങ്കിൽ ആ പാച്ച് അവർക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അതിന്റെ ചൂയിങ് ഉണ്ട്, നിക്കോഗം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ചൂയിങ് യൂസ് ചെയ്ത് നിർത്തണം എന്ന് ആഗ്രഹമുള്ള പേഷ്യൻസിന് നമ്മളിത് കൊടുക്കാറുണ്ട്. അതെ. അപ്പൊ അതൊക്കെ എഫക്റ്റീവ് ആണോ? പുകവലി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകുമോ? പുകവലി നിർത്താനായിട്ട് ആദ്യം പേഷ്യന്റിന്റെ ഒരു വിൽ പവർ ആണ് വേണ്ടത്. എനിക്ക് നിർത്തണം എന്ന് പറഞ്ഞൊരു തോന്നലുണ്ടാവണം. അതെ, അവര് വലിയൊരു ഡിറ്റർമിനേഷൻ അവർക്ക് വേണം. അപ്പൊ ആ സമയത്ത് അവർക്ക് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ചൂയിങ്കം പ്രിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ പുകവലിക്കാൻ തോന്നുമ്പോൾ അവർ ആ ചൂയിങ്കം മേടിച്ച് കഴിക്കുമ്പോഴത്തേക്കിന് അവർക്ക് ആ പുകവലിക്കാന്നുള്ള ഒരു ടെൻഡൻസി മാറി. വീണ്ടും അടുത്ത കുറച്ച് ടൈം കഴിയുമ്പോൾ വീണ്ടും പുകവലിക്കണം തോന്നുവാണെങ്കിൽ അടുത്തൊരു ചൂയിങ്കം കഴിക്കുമോ അല്ലെങ്കിൽ ആ സ്റ്റിക്കർ ബോഡിയിൽ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്യുവാണെങ്കിൽ അങ്ങനെ അവർക്ക് പതുക്കെ ഈ സിഗരറ്റ് അവോയ്ഡ് ചെയ്തിട്ട് പിന്നീട് ഇതിനകത്ത് കോൺസെൻട്രേഷൻ കുറവായതുകൊണ്ട് പതുക്കെ അവർക്ക് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഈ പുകവലിയെ പറ്റി പറയുമ്പോൾ പല ആൾക്കാരും പറയുന്നത് സിഗരറ്റിനകത്ത് മറ്റേ ഡോക്ടർ പറഞ്ഞതിന്റെ തൊട്ട് കൂടുതൽ കെമിക്കൽസ് ആഡ് ആവുന്നുണ്ട്. ചില ബീഡി വലിക്കുന്ന ആൾക്കാരുണ്ട്, ചില പ്രായമുള്ള ആൾക്കാരൊക്കെ വർഷങ്ങളായിട്ട് ബീഡി വലിച്ചിരിക്കുന്നവരാണ്. ഒരു ചുമ മാത്രമാണ്, രാത്രിയിലൊക്കെ ഇരുന്ന് ചുമയ്ക്കുക, അത് ബീഡി വലിക്കുന്നതിന്റെയാണ് പുക ചെല്ലുന്നതിന്റെയാണെന്നുള്ള ഒരു തോന്നലും. അത് വേറെ ഏതെങ്കിലും തരത്തിൽ ചെസ്റ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ? കാരണം ഉറപ്പായിട്ടും ഇതേ കണ്ടന്റ് തന്നെയാണ് ഈ ബീഡിയിലും വരുന്നത്. അപ്പൊ ബീഡിയിൽ വരുന്ന ഈ പുകയ്ക്കും ഇതേപോലെ തന്നെ ഇതുണ്ട്. കാരണം ഇപ്പം ബീഡി കുറച്ച് കോമൺ അല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ കാണുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ബീഡിയിലും ഇതേ കണ്ടന്റും കെമിക്കലും തന്നെയാണ് വരുന്നത്. ഇതേ അസുഖം, ഈ COPD എന്ന് പറയുന്ന അസുഖവും ഈ ഹാർട്ടിന് വരുന്ന പ്രശ്നവും അതല്ല ശ്വാസം മുട്ടൽ മാത്രം COPDയുടെ സ്റ്റാർട്ടിങ് ചുമയും കഫവും മാത്രവും ആയിട്ടും
എല്ലാം ഇത് ഈ സിഗരറ്റിൽ വരുന്ന എല്ലാ ഇതും ബീഡിക്കകത്തും വരും. ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഒരു എത്ര കാലം കൊണ്ട് ചില ആൾക്കാർ സ്ഥിരമായിട്ട് ചിലപ്പോൾ പറയുന്നേക്കാം, ഞാൻ 15 വർഷമായിട്ട് 20 വർഷമായിട്ട് 25 വർഷമായിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതേസമയം ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് വരാറുണ്ട്, പല അസുഖങ്ങളിലേക്ക് മാറാറുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരൊക്കെ സിഗരറ്റ് വലിയുടെ കൂടുതലുണ്ട്, അവർക്ക് ക്യാൻസറിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ വായിൽ ക്യാൻസർ ഉണ്ടാവാറുണ്ട്. അതാണ് ഇങ്ങനെ 2 ഡ്യൂറേഷൻ വരുന്നത്, ചില ആൾക്കാർക്ക് കൂടി കുറഞ്ഞു വരുന്നത്. അതെ, ചിലവർക്ക് അവരുടെ ഇമ്മ്യൂണിറ്റി അനുസരിച്ച് കുറെ കാലം കൂടെ ലങ്സിനും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് ബാക്കി ഓർഗൻസ് ഒക്കെ ആക്റ്റീവ് ആയിരിക്കും, അവിടെ ഇമ്മ്യൂണിറ്റിയും കൂടുതലായിരിക്കും, അവർ കഴിക്കുന്ന ഫുഡും ന്യൂട്രീഷ്യസ് ആയിരിക്കും. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ ബോഡി അതിനെ ചെറുത്ത് നിർത്തും. ചിലർക്ക് ഇതൊന്നും കാണത്തില്ല, കാരണം അവർക്ക് ഓൾറെഡി എന്തെങ്കിലും ഒരു അസുഖം കാണും, ജന്മന എന്തെങ്കിലും അസുഖം കാണും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു മ്യൂട്ടേഷൻ ഓൾറെഡി ലങ് ക്യാൻസർ വരാനായിട്ടുള്ള ഒരു ചാൻസസ് അവരുടെ DNA കാണും. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡറി ആയിട്ട് സ്മോക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാൻസർ വരും. അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ തന്നെ ഇപ്പം ഹാർട്ടിന് അസുഖമുള്ള ചില പേഷ്യൻസ് ഉണ്ട്, അതായത് ജന്മന ഹാർട്ടിന് അസുഖമുള്ള പേഷ്യൻസ് കാണും. അപ്പോൾ അവർക്കും ഇങ്ങനെ പുകയും കൂടെ വലിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ഡിസീസും കൂടും, ലങ്സിൻ്റെ ഡിസീസും കൂടും. അതിനിപ്പം നമ്മളുടെ ഇപ്പം ഇത്ര കാലം പുക വലിക്കണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ചിലപ്പം കുറച്ച് വർഷം, ഒരു 5 വർഷം പുക വലിച്ചാലും അവർക്ക് ഈ പുക ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഉറപ്പായിട്ടും. കാരണം നമ്മൾ പുക വലിക്കാത്ത ഒരാൾക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുന്നതും പുക വലിക്കുന്ന ഒരാൾക്ക് അത് കൂടുതലാണ് ടെൻഡൻസി. ചെസ്റ്റ് ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരും, കാരണം അവർക്ക് ഓൾറെഡി ഇമ്മ്യൂണിറ്റി കുറവാണ്. നമ്മുടെ ലങ്സിനകത്ത് തന്നെ ഉള്ള സെൽസ് ഉണ്ട്. കാരണം എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി, അതായത് ഒരു ബാക്ടീരിയ വൈറസ് ഒക്കെ വരുവാണെങ്കിൽ അതിനെ ചെറുത്ത് നിർത്തി പുറത്ത് സെക്രീഷൻ വഴി കഫമായിട്ട് പുറത്ത് കളയാനുള്ള ഒരു ടെൻഡൻസി നാച്ചുറലി നമ്മുടെ ലങ്സിനുണ്ട്. പുക വലിക്കുന്ന സമയത്ത് ആ സെൽസ് എല്ലാം നശിച്ചു പോകും. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ക്ലീനിങ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൽസ് ഒന്നും അവിടെ കാണത്തില്ല. അങ്ങനെയുള്ളവർക്ക് കഫം അടിഞ്ഞു കിടന്ന് കഫം കെട്ടി അവർക്ക് കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ചെസ്റ്റ് ഇൻഫെക്ഷൻ സാധാരണ പുക വലിക്കാർക്കുണ്ടാകും, പുക വലിക്കാത്ത ഒരാൾക്കും 2 പേർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ 2 പേരെയും ട്രീറ്റ് ചെയ്യുന്ന രീതി രണ്ടാണ്. ഇല്ല, ചെസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ പുക വലിക്കുന്ന ആളുകൾക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുകവലിയുടെ ഭാഗമായിട്ട് വരുന്ന അസുഖം, അതായത് COPD പോലത്തെ അസുഖം അല്ലെങ്കിൽ ശ്വാസം മുട്ടലിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ നെബുലൈസേഷൻ ആഡ് ചെയ്യേണ്ടി വരും. അതായത് അതിനെ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് എന്ന് പറയും. അതായത് ശ്വാസകോശത്തിന്റെ ചെറിയ ചെറിയ ട്യൂബ്സ് ഉണ്ട്, അപ്പോൾ അത് ചുരുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഹേലേഴ്സ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ നെബുലൈസേഷനും കൂടി ചേർത്ത് കൊടുക്കും. ശ്വാസം മുട്ടലിന് ചിലപ്പോൾ ഇഞ്ചക്ഷൻസും അവർക്ക് കൊടുക്കേണ്ടി വരും. അതേസമയം ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുന്ന ഒരു പുക വലിക്കാത്തൊരു പേഷ്യന്റിനാണെങ്കിൽ ആന്റിബയോട്ടിക്സും ബാക്കിയുള്ള കഫം പുറത്തേക്ക് വരാനുള്ള എക്സ്പെക്ടറൻസും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ടാബ്ലറ്റ്സും ഒക്കെ കൊടുത്താൽ മാത്രം മതിയായിരിക്കും. അവർക്ക് പെട്ടെന്ന് മാറുകയും ചെയ്യും. ഇവർക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും ട്രീറ്റ് ചെയ്യാൻ. അതായത് കിടത്തി ചികിത്സ പോലുള്ള വലിയ ട്രീറ്റ്മെന്റിലേക്ക് ഈ പുക വലിക്കുന്ന ആൾക്കാർക്ക് പോകേണ്ടി വരും, അല്ലാത്തവർക്ക് മെഡിസിൻ ഒക്കെ കൊണ്ട് പെട്ടെന്ന് നിൽക്കാനും പറ്റും എന്ന് പറയുന്നത്. അപ്പൊ ഈ പുകവലി ഇപ്പൊ ചെറുപ്പക്കാരിലും ഉണ്ട്, പ്രായമുള്ളവരിലും ഉണ്ട്. അപ്പൊ ഈ ചെറുപ്പക്കാരിൽ ഏത് തരത്തിലാണ് ഈ ഒരു പുകവലിയെ പൂർണ്ണമായിട്ട് നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നത്? ഈ ബോധവൽക്കരണം മാത്രം കൊണ്ട് നടക്കുമോ? ഇല്ല, ബോധവൽക്കരണം മാത്രം കൊണ്ട് നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോധവൽക്കരണം ഒരു പരിധി വരെ. കാരണം ഇപ്പം നമ്മളെ അതെ ഫിലിംസിന് മുമ്പിലുള്ള അഡ്വർടൈസ്മെന്റ് തന്നെ അവരത് വളരെ നന്നായിട്ടാണ് അഡ്വർടൈസ്മെന്റ് കൊടുത്തേക്കുന്നത്, ലങ് ക്യാൻസറിനെ പറ്റിയിട്ടുള്ള അവയർനെസ്. ബോധവൽക്കരണം മാത്രം ആയിട്ട് വരത്തില്ല. ഈ മെയിൻ ആയിട്ട് അവർക്കൊരു സെൽഫ് ഡിറ്റർമിനേഷൻ വേണം. അവരുടെ ഒരു വിൽ പവർ അനുസരിച്ചും ഫാമിലി സപ്പോർട്ട്, ഫ്രണ്ട്സിന്റെ അടുത്തു നിന്നുള്ള സപ്പോർട്ട്, ആ സൈക്കോളജിക്കൽ സപ്പോർട്ട് വേണം. പിന്നെ അവർക്ക് മൊത്തത്തിൽ ലൈഫിൽ ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു എയിം ഉള്ള ആളുകൾക്ക് പിന്നെ ഇതും കൂടി പുക വലിച്ച് ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവണോ എന്നുള്ളൊരു തോന്നൽ. ഈ പുകവലിയിലൂടെ ഉണ്ടാകുന്ന ചെസ്റ്റ് ഇൻഫെക്ഷൻ, ആസ്മ പോലെയുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് വരും. അതൊരു പാരമ്പര്യ രോഗമായിട്ട് പിന്നീട് വലിക്കുക. ഇപ്പം അച്ഛൻ നന്നായിട്ട് പുക വലിക്കുന്ന ഒരാളാണ്, അച്ഛന് പല അസുഖങ്ങൾ അതുവഴി ഉണ്ടായി, അത് മകനിലേക്ക് പാരമ്പര്യമായിട്ട് പകർന്നു പോകത്തില്ലല്ലോ? അങ്ങനെ വരുന്നില്ല, ഒരിക്കലും ഇല്ല. പുക വലിച്ചിട്ട് വരുന്ന ഒരു അസുഖമാണെങ്കിൽ പാരമ്പര്യ രോഗത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ കൂട്ടുന്നില്ല. കുട്ടികളിലും മുതിർന്നവരിലും പുകവലിയുണ്ട്. അപ്പോൾ കുട്ടികളിലാണ് ഏറ്റവും രൂക്ഷമായിട്ട് വരുന്നത്, നമ്മൾ നിയന്ത്രിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികളെ അതേ തരത്തിലാണ് ബാധിക്കുന്നത്. കാരണം പഠിക്കുന്ന കുട്ടികളിലെ പുകവലി, അതായത് ഈ പുകവലിക്കുന്ന ഈ കെമിക്കൽസ് എല്ലാം കൂടെ ബ്രെയിനിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഡിപ്രഷൻ, ആൻസൈറ്റി, മൂഡ് വേരിയേഷൻ, അല്ലെങ്കിൽ അവരുടെ മെമ്മറി പവറിനെയൊക്കെ, കോൺസെൻട്രേഷൻ പവർ, ഇതിനെ എല്ലാത്തിനെയും എഫക്ട് ചെയ്യും. ബ്രെയിനെ ഒരുപാട് രീതിയിൽ ഈ പുകവലിക്കുന്നുണ്ട്. കാരണം ആ സമയത്ത് ആ കുട്ടികൾക്ക് അത് മനസ്സിലാകത്തില്ലെങ്കിലും അവരെ പഠിക്കുന്നതിനകത്തൊക്കെ അവരെ ഇൻഡയറക്ട്ലി എഫക്ട് ചെയ്യും. അവരത് സ്ട്രെസ് ആണെന്നോ വേറെ എന്തെങ്കിലും കാര്യമാണെന്ന് വിചാരിച്ച് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യും. കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് എക്സാം ആൻസൈറ്റി കൂടുതലായിരിക്കും, ഡിപ്രഷൻ കൂടുതലായിരിക്കും. അവർക്ക് ഇപ്പം എന്തെങ്കിലും പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കുറവായിരിക്കും. അവർക്ക് അതുപോലെ തന്നെ പെട്ടെന്ന് പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകാനുള്ള ഒരു ടെൻഡൻസി ചെറുപ്പത്തിലേ കാണും. അതുപോലെ അവർക്കൊരു കോൺസെൻട്രേഷൻ പവർ കാണത്തില്ല. ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ പുകവലിക്കുന്നവർക്ക് കോൺസെൻട്രേഷൻ, കുറച്ചു നേരം മാത്രമേ അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തുള്ളൂ. പക്ഷെ അത് അവർ മനസ്സിലാക്കാതെ വീണ്ടും പുകവലിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടെ അത് മാറ്റിയെടുക്കാൻ കഴിയുമോ, അതോ അല്ലാതെ തന്നെയുള്ള ട്രീറ്റ്മെന്റ് വേണ്ടി വരുമോ? ഇല്ല, കാരണം ചെറിയ കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് അവർ പുകവലിച്ചിട്ട് കുറച്ച് നാളുകളെ ആയി കാണത്തുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന്
തന്നെ നിർത്താനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ കുറച്ച് നാൾ ഈ ചൂയിങ്ങോ പാച്ചോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് തിരിച്ചു വരാനായിട്ട്. ഈ ചൂയിങ്ങും പാച്ച് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഏത് പ്രായത്തിലുള്ളവർക്കും കൊടുക്കാൻ യൂസ് ചെയ്യാം? കൊടുക്കാം. അതായത് എത്ര ഇത് പഴകിയ പുകവലി വരെയൊക്കെ നിർത്താൻ കഴിയും? അതുകൊണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് പുകവലിക്കുന്ന ആളുകൾക്ക് ഈ ചൂയിങ്ങോം പാച്ചും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഇതാവത്തില്ല. പക്ഷെ അവർക്ക് സ്വന്തമായിട്ടൊരു വിൽ പവർ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും കുറച്ച് സമയം. അപ്പോൾ ഏത് തരത്തിലും പുകവലി പൂർണ്ണമായിട്ട് ശരീരത്തിന് ദോഷം തന്നെയാണ്. ഒരു തരത്തിലും പ്രായഭേദമന്യേ ആരും അത് ഉപയോഗിക്കരുത്. അവർക്ക് അത്തരത്തിലുള്ള ഒരുപാട് അസുഖങ്ങളിലേക്ക് കടക്കും എന്നുള്ളൊരു കാര്യമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം പുകവലി ഒരിക്കലും നല്ലതല്ല. അതൊരു സമൂഹത്തെ തന്നെ തകർക്കുന്ന ഒരു മാനുഷിക വിപത്തായി തന്നെ നമ്മളതിനെ കാണണം. മറ്റൊരു അതിഥിയും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.